അതെ, ഞങ്ങളുടെ വീട്ടിലെത്തപ്പഴം മേടിച്ചാൽ ആ ദിവസം എല്ലാവർക്കും കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ കഴിച്ച് കഴിയില്ലല്ലോ, കുറച്ച് ബാക്കി വരൂലേ. അങ്ങനെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഒരു 2 ദിവസം ഇരിക്കുമ്പോൾ തൊലിയൊക്കെ ഒന്ന് കറക്കുമല്ലോ. ആ സമയം ഇതിനാർക്കും വേണ്ട കേട്ടോ. പിന്നെ ഇത് ഞാൻ തനിയെ തന്നെ തിന്ന് തീർക്കണം. എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് കറുത്ത് വരുമ്പോൾ പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കഴിച്ചാൽ തീരൂലല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും അങ്ങോട്ട് ആക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ റെഡിയാക്കിയിട്ടേ അമ്മേനെ കഴിക്കാൻ വിളിക്കാൻ പോയപ്പോൾ പുള്ളിക്കാരി ഇവിടെ വേറൊരു പരിപാടിയില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു ചെറിയ പിച്ചിത്തൈ നിൽപ്പുണ്ട്. തൈ എന്ന് തന്നെ പറയാട്ടോ. നന്നായിട്ട് വളർന്നു പോയിട്ടൊന്നുമില്ല, എന്നാലും മഴയൊക്കെ പെയ്തത് കൊണ്ട് അങ്ങുഞ്ഞൊക്കെ ചെറുതായിട്ട് ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിൽ കുഞ്ഞി കുഞ്ഞി മുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഈ നന്നായിട്ട് വിരിയാറായ മുട്ടും അതിൽ നിൽപ്പുണ്ട് കേട്ടോ. വൈകുന്നേരം ഉണ്ടല്ലോ, വിളക്ക് വെക്കാൻ സമയമാകുമ്പോഴത്തേക്കിനെ നല്ല മണം കേട്ടോ. ഇതെല്ലാം കൂടി വിരിയുമ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. മുല്ലപ്പൂവും ഇഷ്ടമാണ്, പിച്ചിപ്പൂവും ഇഷ്ടമാണ്. പക്ഷേ മുല്ലപ്പൂവിനെയാണോ പിച്ചിപ്പൂവിനെയാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ പറയാനറിയില്ല കേട്ടോ. എന്തായാലും രണ്ടുപേരും ഒന്നിനൊന്നും വെച്ചാണ്. അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞിട്ട് സമയം പോയി കേട്ടോ. ഇന്ന് നമ്മുടെ ലഞ്ചിൽ എന്താണെന്ന് നോക്കണ്ടേ? അതെ, പറയത്തക്ക സ്പെഷ്യലൊന്നും ഇന്നില്ല കേട്ടോ. അതുകൊണ്ട് എന്താ സ്പെഷ്യലെന്ന് നോക്കാമെന്ന് ഞാൻ പറയുന്നില്ല. ആദ്യം കുറച്ച് ചോറ് വിളമ്പി ഒരു താട മീൻ പൊരിച്ചതും വെച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സവാളയുള്ളി അരിഞ്ഞെടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങാനീരും കൂടി പിഴിഞ്ഞു കൊടുത്തു കേട്ടോ. ഒരിത്തിരി ടേസ്റ്റൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ സവാള മാത്രം വെച്ചാൽ ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കിനും ടേസ്റ്റിന് ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരുമല്ലോ. അതുണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇങ്ങനെ തിരുമ്മി എടുക്കുമ്പോൾ തന്നെ അപ്പോൾ കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണേ. ഇത് ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കിനും ടേസ്റ്റ് മാറുന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും മറ്റേതിനേക്കാളുള്ള ഭേദമൊക്കെ ആയിരിക്കും. പിന്നെ ഇന്നലത്തെ ഒരു ഇച്ചിരി അയിലക്കൂട്ടാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായെന്നുണ്ടെങ്കിലേ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്കിനി നാളെ കാണാം.